ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ക്ഷണപ്രകാരം ഒരുപാട് ചുറ്റുപാടുകളൊക്കെ മാറ്റിവെച്ച് ഈ മഹത്തായ പരിപാടിയിൽ നമ്മൾ എത്തിച്ചേർന്നത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, സുന്നി മഹല്ല് ഫെഡറേഷൻ 976 ചെമ്മാട് കേന്ദ്രമായി രൂപീകരിക്കുകയും 977 പ്രഥമ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലവിൽ വരികയും 87 ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദഹു പ്രസിഡന്റും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറിയും നവറല്ലാഹു മർക്കദഹു ബഹുമാനപ്പെട്ട ഡോക്ടർ ബാപ്പുട്ടി ഹാജി നവറല്ലാഹു മർക്കദഹു ഖജാൻജിയുമായിക്കൊണ്ട് നിലവിൽ വന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രവർത്തന ഫലമായിക്കൊണ്ടാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളൊക്കെ ശക്തമായതും കൂടുതൽ സജീവമായതും നമുക്കൊക്കെ അറിയാം. പഴയ കാലങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ പള്ളികളിലൊക്കെ ബാങ്ക് കൊടുത്തതിന് ശേഷം മോദിൻ പുറത്തിറങ്ങി 40 ആളുകൾ തികയാൻ വേണ്ടി ആളുകളെ കാത്തു നിൽക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. കർഷകരായ ആളൊക്കെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് ജുമഅ നടത്തിയിരുന്ന മഹല്ലുകൾ പല ഭാഗത്തുണ്ടായിരുന്നു. പലരും നിസ്കരിക്കാൻ പള്ളിയിൽ വരാതെ ദീനിനെക്കുറിച്ചൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന ജമിയത്തുലമയുടെ പ്രവർത്തനം കൊണ്ട് മദ്രസകൾ സ്ഥാപിക്കുകയും അതുപോലെ മഹല്ല് ഫെഡറേഷൻ രൂപീകരിച്ചതിന് ശേഷം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഓരോ മഹല്ലുകളിൽ ഇറങ്ങിച്ചെന്ന് സ്ക്വാഡ് വർക്കുകൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിക്കുകയും അതുവഴി പള്ളികൾ വിപുലീകരിക്കുകയും ദർസുകൾ സ്ഥാപിക്കുകയും മഹല്ലുകളും മദ്രസകളും സജീവമാവുകയൊക്കെ ചെയ്തു. അങ്ങനെ മഹല്ല് ഫെഡറേഷൻ്റെ പ്രവർത്തനം സജീവമായി ഇവിടെ നാട്ടിൽ വന്നു. ഇന്ന് നമുക്കറിയാം, മലപ്പുറം ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കീഴിൽ സ്ഥാപിതമായ ബഹുമാനപ്പെട്ട ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ സമസ്തയുടെ നേതൃത്വത്തിൽ, മഹല്ല് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സമസ്തയുടെ പ്രവർത്തനമാണ് ഉദവി പണ്ഡിതന്മാരും മറ്റ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനം ശക്തിപ്പെടാനുള്ള പ്രധാനമായൊരു കാരണം സുന്നി മഹല്ല് ഫെഡറേഷനാണ്. ബഹുമാനപ്പെട്ട സമസ്ത 926 രൂപീകരിച്ച പശ്ചാത്തലം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ടെങ്കിലും ഒന്നിരായ സഹാബാക്കളും മാലിക് റളിയല്ലാഹു അൻഹു അനുചരന്മാരും അതിനുശേഷം ബഹുമാനപ്പെട്ട യമനിൽ നിന്ന് വന്ന സാദാത്തുമാരും ഒക്കെ ദീനിന് നേതൃത്വം നൽകി പാരമ്പര്യമായി പൊന്നാനി മഖ്ദൂം കുടുംബം അടക്കമുള്ള നേതാക്കളുടെ ദീനിന് നേതൃത്വം നൽകിക്കൊണ്ട് മഹല്ലുകളും പള്ളികളും സ്ഥാപിച്ചു വന്നു. 921 ശേഷം പ്രതിയാശയക്കാർ കടന്നു വന്ന് പാരമ്പര്യമായ മുസ്ലിങ്ങളെ ആചരിച്ച് അംഗീകരിച്ചു വന്ന പല കാര്യങ്ങളും ശിർക്കും കുഫ്റും വിദേത്തുമായി ചിത്രീകരിച്ചപ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള കേരളീയ മുസ്ലിങ്ങളുടെ ഈമാനും അമലും സംരക്ഷിക്കാൻ വേണ്ടിയാണ് അക്കാലത്തെ പ്രഗത്ഭരായ ഉലമാക്കളായ സൂഫിയാക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ സമസ്തയുടെ ആലിമീങ്ങൾ കോഴിക്കോട് എത്തിച്ചേർന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമാക്ക് രൂപം നൽകിയത്. അതിനുശേഷം സംസ്ഥയുടെ ആലിമീങ്ങൾ കേരളത്തിൽ മുഴുവൻ പടയോട്ടം നടക്കി വിദേഹത്തിന്റെ ആളുകൾ എവിടെയൊക്കെ വന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ അവിടെയൊക്കെ പോയി ഹക്കായ ദീന്റെ വശം ബഹുജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ കേരളീയ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷവും സമസ്തകളിൽ ഉറച്ചു നിന്നു. 951 ശേഷം മദ്രസ പ്രസ്ഥാനം തുടങ്ങി. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ കാര്യവട്ടം സമ്മേളനത്തിലുള്ള പ്രസംഗത്തോടുകൂടി പണ്ഡിതന്മാരെ വഴിക്ക് ചിന്തിക്കുകയും വിദ്യാഭ്യാസത്തോട് രൂപീകരിക്കുകയും അങ്ങനെ മദ്രസകൾ സ്ഥാപിച്ചു. അതിനുശേഷം ഓരോ പ്രവർത്തനവും നടത്തി സമൂഹത്തിന് ആവശ്യമായ സുനിയോജിത സംഘമുണ്ടാക്കി, പല സംഘടനകളും ഉണ്ടാക്കി. എന്നാൽ അടിസ്ഥാനപരമായ മഹല്ലിൽ ദീന്റെ ശരിയായ പ്രവർത്തനം നടത്താൻ ഉണ്ടാക്കിയ സംഘടനയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. സമസ്തയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകർന്നതും ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്തിനെ സജീവമാക്കിയതും സുന്നി മഹല്ല് ഫെഡറേഷനാണെന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. ഇന്നും ആ നില തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ 5-6 ഓർഗനൈസർമാർ നിരന്തരമായി മഹല്ലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലോചിതമായ ദൈവ പ്രവർത്തനങ്ങൾ ഓരോ മഹല്ലും ഇന്ന് ഫെഡറേഷന് കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ബന്ധപ്പെട്ട ആളുകളാണ് ഇവിടെ വെച്ച് കൂടിയതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മൾ ഇങ്ങനെ സമ്മേളനം നിശ്ചയിക്കാൻ കാരണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമായുടെ 100ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ എല്ലാവരും. ആ 100ാം വാർഷികത്തിന്റെ ഭാഗമായിക്കൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി നവോത്ഥാന സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ആ സമ്മേളനം അതിന്റെ പ്രഥമ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ 31-ാം തീയതി മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ സമ്മേളനമായിക്കൊണ്ട് മലപ്പുറത്ത് വെച്ച് നടക്കുകയുണ്ടായി. അതിന്റെ വെസ്റ്റ് ജില്ലാ സമ്മേളനമാണ് ഇന്ന് 17-ാം തീയതി തിരൂരിൽ വെച്ച് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നവറല്ലാഹു മർക്കദഹു മഹാനവറുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. ആ സമ്മേളനത്തിൽ നമുക്ക് സംബന്ധിച്ചിട്ടുള്ളത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ശരിയായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലാണ് കേരളീയ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലക്കാണ് മഹല്ലുകളും ഇവിടുത്തെ ദീനി സാംസ്കാരിക നവോത്ഥാന പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
പ്രവർത്തിക്കുന്നത് പാണക്കാട് സാദാത്തുമാരാണ്. അതിന് മുൻപന്തിയിലുള്ള നമുക്കറിയാം. സമസ്തയുടെ രൂപീകരണ കാലം മുതൽ പാണക്കാട് സാദാത്തുമാർ അതിന് നേതൃത്വം നൽകി. അതുപോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും അങ്ങനെയുള്ള സാദാത്തുമാരും ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉസ്താദന്മാരും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. രാഷ്ട്രീയ രംഗത്തും ഇതേ നമുക്ക് നേതൃത്വം നൽകിയത് കൊണ്ടാണ് ഒരുപാട് പുരോഗതികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുത്ത ആളുകൾക്ക് കഴിയുന്നുള്ളൊരവസ്ഥ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും ഈ ഒരു കൂട്ടായ്മയും ഉലമാവുമറോ ബന്ധവുമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ കൂട്ടായ്മയെ തകർക്കാൻ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും പല നാട്ടിലും പല കാലത്തും നടന്നിട്ടുണ്ട്. 1989 അങ്ങനെ ഒരു ചുറ്റുപാട് വന്നപ്പോ ബഹുമാനപ്പെട്ട സംസ്കാര ജമീൽ പാടിന്റെ നേതൃത്വം മഹാനായ ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണീത്ത് ഉസ്താദും ശംസുൽ ഉലമയും അന്നുള്ള നേതാക്കളൊക്കെ ഒറ്റക്കെട്ടായി അണിനിരന്ന് പാണക്കാട് സാദാത്തുമാരും മറ്റ് നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരൊക്കെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഇന്നും ആ ഒരു പാരമ്പര്യം ഇവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ കുറച്ചു കാലമായിട്ട് ചില ആളുകൾ ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു പാരമ്പര്യത്തിനും പൈതൃകത്തിനുമെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ദുഃഖകരമായൊരു സത്യമാണ്. അപ്പോഴാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ പഴയ പാരമ്പര്യം മഹല്ലത്തുകൾ നിലനിർത്താൻ വേണ്ടി സജീവമായി ഇടപെടണമെന്ന് തീരുമാനിച്ചത്. അതിന്റെ പേരിലാണ് നവോത്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നത്. സമസ്തയുടെ പഴയ ഒരു പാരമ്പര്യം ബഹുമാനപ്പെട്ട സാദാത്തുമാരും ഉലമാക്കളും ഉമറാക്കളും ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് സമസ്തയുടെ ശക്തിക്കും സമൂഹത്തിന്റെ ഉന്നമനത്തിനും ആവശ്യമെന്ന് സമസ്ത ബോധ്യപ്പെടുത്തുകയാണ്. അതാണല്ലോ കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടത്. ഇവിടെ നേരത്തെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫസീൽ സൂചിപ്പിക്കുകയുണ്ടായി. ശരീഅത്ത് പ്രശ്നം വന്നപ്പോഴൊക്കെ സമസ്തയും നേതൃത്വവും ഒന്നിച്ചെന്നുകൊണ്ട് ഐക്യപ്പെടേണ്ട സമയത്തൊക്കെ അനിവാര്യമായ ഘട്ടങ്ങളിലൊക്കെ സമുദായ സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് യോജിച്ചുകൊണ്ട് മുന്നേറുക എന്നത് സമസ്തയുടെ പാരമ്പര്യമാണ്. നമുക്കറിയാം, ആ വഴിയിൽ തന്നെയാണ് ഇന്നും സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ സമസ്ത ഏതോ വഴിക്ക് ആദർശപരമായി മറ്റേതോ വഴിക്കാണ് സഞ്ചരിക്കുന്നത് തോന്നിപ്പോവും. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട MM ബഷീർ ഉസ്താദ് പറയാറുണ്ടായിരുന്നു, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിന്റെ കൂടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ആദർശം പറയേണ്ടത് എന്ന്. ഇന്ന് പല ആളുകളും സമുദായത്തെ മാറ്റി നിർത്തുകയാണ്. സമൂഹമൊക്കെ അവരൊക്കെ സുന്നി വിരുദ്ധരാക്കിക്കൊണ്ട് കുറച്ചാളുകൾ മാത്രമാണ് ആദർശത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സമസ്തയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന രൂപത്തിലാണ് പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ ഇങ്ങനൊരു നവോത്ഥാന സമ്മേളനം നടത്താൻ തീരുമാനിച്ച്. ഞാൻ കൂടുതൽ അതിലേക്കൊന്നും കടക്കുകയില്ല. പ്രഗത്ഭരായ ഒരുപാട് നേതാക്കൾ വിഷയ സംബന്ധമായി സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഭീഷണികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് നിയമങ്ങൾ പാർലമെന്റിലും മറ്റും പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, വഖഫ് ബോർഡിന്റെ പ്രശ്നങ്ങൾ അതുപോലെ സ്കിൽ ബോർഡ് നടപ്പാക്കാൻ പോകുന്നു. ഇവിടെയുള്ള ഒരുപാട് ന്യൂനപക്ഷ അവകാശങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭരണകൂടങ്ങൾ നമുക്കെതിരാണ്, പലരും നമുക്കെതിരെയാണ്. നമ്മുടെ സമുദായം, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ മതനിരാസത്തിൽപ്പെട്ടുകൊണ്ട് യുക്തിവാദികളും നിരീശ്വരവുമായിക്കൊണ്ട് മയക്കുമരുന്ന് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ സമുദായം നശിച്ചുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മഹല്ലുകൾക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന നമ്മുടെ ബാധ്യതയാണ്. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും അതിനാവശ്യമായ ഉപദേശങ്ങളും ഒക്കെയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ നമുക്ക് തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹല്ല് ഫെഡറേഷൻ കീഴിൽ ഉറച്ചുകൊണ്ട് മഹല്ലുകളൊക്കെ സജീവമായി ആ പാരമ്പര്യമായി ദീൻ നിലനിർത്തി പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്.